തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കനത്ത മഴ തുടരുകയാണ്. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ ബോട്ട് മറിഞ്ഞ ഒരാൾ മരിച്ചു. 3 പേരെ രക്ഷപ്പെടുത്തി. കായംകുളത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് യുവാവ് മരിച്ചു. കൊയ്പ്പള്ളി സ്വദേശി അരവിന്ദനാണ് വീടിന് മുന്നിൽ വച്ച് തെങ്ങ് വീണ് മരിച്ചത്. തിരുവനന്തപുരം കൊച്ചി നഗരത്തിൽ വ്യാപകമായി വെള്ളക്കെട്ടുണ്ടായി. കൊച്ചി ഇൻഫോ പാർക്കിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തൃക്കാക്കരയിൽ 20 വീടുകളിൽ വെള്ളം കയറി. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. മഴ വാർത്തകളുമായി വിവിധ പ്രതിനിധികൾ നമ്മുടെ പല പ്രദേശങ്ങളിൽ നിന്നും ചേരുകയാണ്. വിനിത വിജിയുണ്ട് കൊച്ചി തോപ്പുംപടിയിൽ നിന്ന്, വിഷ്ണു സുരേഷ് ഇൻഫോ പാർക്ക് കാക്കനാട്, അശ്വിൻ പാലാഴി കളമശ്ശേരിയിൽ നിന്നും, തിരുവനന്തപുരത്ത് നിന്നും സലിം മാലിക്കും, ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിപാലും, കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യയും, കൊല്ലത്തു നിന്ന് അരുൺ രാജുമാണ് ചേരുന്നത്. ആദ്യം കണ്ണൂരിലേക്കാണ്. സജോ ദേവസ്യ ചേരുന്നുണ്ട് അവിടെ നിന്ന്. സജോ, സത്യം പറഞ്ഞാൽ തെക്ക് മുതൽ വടക്ക് വരെ എല്ലാ പ്രദേശങ്ങളിലും കനത്ത മഴ എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നത്. കണ്ണൂരിൽ എത്രത്തോളം തീവ്രമാണ് ഈ മഴ? സ്മിത, കണ്ണൂരിലെ വിവിധ ഇടങ്ങളിൽ അതിശക്തമായ മഴ തുടരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന തലശ്ശേരി മാഹി ബൈപ്പാസിലാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ എനിക്ക് പുറകിൽ കാണുന്നത് ഒരു പുഴയല്ല, കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി മാഹി ബൈപ്പാസാണ്. അത് ഒരു ഭാഗത്ത് ഏതാണ്ട് ഒരു ചെരിവുള്ള ചോനാടം ഭാഗത്താണ്, അതായത് ടോൾ ഗേറ്റിന് തൊട്ടടുത്ത് ഒരു 500 മീറ്റർ അടുത്താണ് ചോനാടം ഭാഗം. ഇവിടെ പൂർണ്ണമായും അതായത് ഈ വെള്ളം പുറത്തേക്ക് വാർന്നു പോകാനുള്ള സംവിധാനങ്ങളില്ല എന്നതാണ് പ്രതിസന്ധിയാകുന്നത്. ഇപ്പോൾ NHAയുടെ കരാർ ജീവനക്കാരിൽ കുറച്ചുപേർ വന്ന് വാഹനമൊക്കെ തിരിച്ചുവിടുന്നുണ്ട്. നേരത്തെ ഏറെ നേരം ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇവിടെ ഇപ്പോൾ മഴയുടെ ഒരു ശക്തി അല്പം കുറഞ്ഞു എന്നതുകൊണ്ട് ഒഴുക്കുവെള്ളം ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തുകൂടി കടന്നു പോകാൻ കഴിയുന്നുണ്ട്. നേരത്തെ ആംബുലൻസ് അടക്കം ഇവിടെ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. വലിയ തോതിൽ ബൈപ്പാസ് ആണോ അതോ പുഴയാണോ എന്ന് സംശയം ജനിപ്പിക്കും വിധമുള്ള സാഹചര്യമാണ് ഈ ഭാഗത്തുള്ളത്. താഴേക്ക് വെള്ളം വാർന്നു പോകേണ്ടതാണ്, പക്ഷേ ആ നിർമ്മാണത്തിലെ പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ട് ഇവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് വാർന്നു പോകുന്നില്ല. മിക്കവാറും ഇടങ്ങളിൽ, കണ്ണൂരിൽ മിക്കവാറും ഇടങ്ങളിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. മലയോര മേഖലകളിലാണ് ഏറ്റവും ശക്തമായ മഴ. കണ്ണൂരിൻ്റെ വിവിധ ഇടങ്ങളിൽ, തലശ്ശേരി മേഖലയിൽ, ആലക്കോട്, പേരാവൂർ, ഇരിട്ടി ഉൾപ്പെടുന്ന മേഖലകളിലെല്ലാം അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. പുലർച്ചെ പക്ഷേ വലിയ തോതിൽ മഴയുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് മഴയുടെ ശക്തി വർദ്ധിച്ചത്. ഈ ഭാഗത്ത് ഇപ്പോഴും വെള്ളക്കെട്ട് വാർന്നു പോയിട്ടില്ല. വലിയ തോതിൽ വാഹനങ്ങളൊക്കെ കുറേയധികം നേരം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ ബൈപ്പാസിൻ്റെ കാര്യം, ഈ ദേശീയപാതയുടെ ഭാഗമായി ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ചു. പ്രധാനപ്പെട്ട റോഡാണ്. ഇതിൻ്റെ നിർമ്മാണം സംബന്ധിച്ചും ഇത് പൂർത്തീകരിക്കപ്പെട്ടപ്പോഴുള്ള അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഇവിടെ മാത്രമല്ല, പലയിടങ്ങളിലും മിക്കവാറും പാതകളൊക്കെ റോഡാണോ പുഴയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഇടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കുണ്ട്. അതിനിടെയാണ് നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുത്ത ഒരു പാതയുടെ അവസ്ഥ ഈ നിലയിലുള്ളത്. മിക്കവാറും ഇടങ്ങളിൽ വലിയ തോതിലുള്ള മഴക്കെടുതികൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പലയിടങ്ങളിലും മലയോര മേഖലയടക്കം മണ്ണിടിച്ചിലും മറ്റുമൊക്കെയാണ് കുറേ റിപ്പോർട്ട് ചെയ്തത്. മറ്റ് വലിയ തോതിലുള്ള മഴക്കെടുതിയും മറ്റും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിശക്തമായ മഴ ഇപ്പോഴും ലഭ്യമാകുന്നു. ഇതുപോലെ പല റോഡുകളും റോഡാണോ എന്നറിയാൻ കഴിയാത്ത വിധമുള്ള പ്രതിസന്ധിയുണ്ട്. അതിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്ക് പലയിടങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട്. ശക്തമായ മഴ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ തുടരുകയുമാണ്. സ്മിത. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി വിനിത വിജിയിലേക്കാണ്. വിനിത ഇപ്പോൾ തോപ്പുംപടിയിലാണ്. വിനിത തോപ്പുംപടിയിൽ തന്നെയല്ലേ നിൽക്കുന്നത്? കൊച്ചിയിൽ നിന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നതാണ് ശക്തമായ മഴയാണ്. തൃക്കാക്കരയിൽ നേരത്തെ വിനിത ലൈവ് കൊടുത്തതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വാഹനങ്ങളൊക്കെ തന്നെ ഗതാഗത തടസ്സം നേരിടുന്നു. വെള്ളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് പല വാഹനങ്ങളും, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ. അവിടെ നിന്നുള്ളൊരു ദൃശ്യങ്ങൾ എന്താണ്? അവിടെ വലിയ കഷ്ടത്തിലാണ് ഒരുപാട് കുടുംബങ്ങൾ, അല്ലേ? തീർച്ചയായും സ്മിത, ഞാനിപ്പോ നിൽക്കുന്ന ഈ ഭാഗം അത് ഒരുപക്ഷെ നമ്മളുടെ ദൃശ്യത്തിൽ കാണുമ്പോൾ ഒരു പുഴയാണെന്നൊക്കെ തോന്നും. പക്ഷേ തെറ്റിദ്ധരിക്കേണ്ട, തോപ്പുംപടിയിലുള്ള നല്ല ഒന്നാന്തരം റോഡിന്റെ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇവിടുത്തെ മാത്രം സ്ഥിതിയല്ല, പല മേഖലകളിലും ഇങ്ങനെയുള്ള അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് തന്നെയാണ്. ഇതിൽ പ്രധാനമായും ആളുകൾ ഒക്കെ പറയുന്നത് ഈ കാനകൾ വൃത്തിയാക്കാത്തതും ഒപ്പം തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ അതൊക്കെ കൃത്യമായി നടക്കാത്തതുമാണ് പല മേഖലകളിലും ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാകാൻ അത് കാരണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ തോപ്പുംപടി, മട്ടാഞ്ചേരി പോലുള്ള ഭാഗങ്ങളിലും ഇങ്ങനെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് തന്നെയാണുള്ളത്. ഇടപ്പള്ളി, തൃക്കാക്കര മേഖലകളിലും മഴ കനത്തതോടെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടും ഒപ്പം ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു. താഴ്ന്ന മേഖലകളിൽ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇനി നമുക്ക് ഒരുപക്ഷെ ഈ മഴ ഇങ്ങനെ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ, കാലവർഷം അതിങ്ങനെ കനത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ വെള്ളക്കെട്ട് പല മേഖലകളിലും ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി
ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടത്തണമെന്നൊരു കാര്യമാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ പറയാനുള്ളത്. പല വാഹനങ്ങളും ഈ ഇരുചക്ര വാഹനങ്ങളിലേക്കൊക്കെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ചേട്ടൻ ഈ വെള്ളം കണ്ട് മടങ്ങി പോവുകയാണോ? മഴ കൂടുതൽ ശക്തമായിട്ട് ഇങ്ങനെ പെയ്യുകയാണ്. പല മേഖലകളിലും വെള്ളക്കെട്ടുണ്ടല്ലോ. എന്താണ് ഇതിന് കാരണം? എന്താണ് പ്രശ്നം? ഈ കാണുകളൊക്കെ അടഞ്ഞുകൊണ്ടേയിരിക്കുള്ളൂ, ഇനിയും കൂടുതൽ കടക്കുന്നതാണ് പറയുന്നത്. മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഇതേപോലെ വെള്ളക്കെട്ടുണ്ടോ? ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്ന് പോയൊക്കെ അവിടെ വെള്ളക്കെട്ട് എല്ലായിടത്തും നോക്കി അവസാനമാണ് ഇവിടെ എത്തിയത്. അപ്പൊ ഇവിടെ വെള്ളക്കെട്ടായി. ഇനിയിപ്പോ മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടിയാ വന്നത്, പക്ഷെ ഇവിടെ വെള്ളക്കെട്ട് കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗത്തേക്കുള്ള പല ഇടവഴികളിലേക്കും ഒക്കെ അദ്ദേഹം പോയിരുന്നു. അവിടെയൊക്കെ വെള്ളക്കെട്ടായതുകൊണ്ട് ഞാനിപ്പോ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് വന്നതാണ്. പക്ഷെ ഇവിടെയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ സമാനമായിട്ടുള്ള വെള്ളക്കെട്ട് തന്നെയാണുള്ളത്. തുടർന്ന് അദ്ദേഹം മറ്റൊരു വഴിയിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. ചെറിയ രീതിയിലൊക്കെ ഗതാഗത തടസ്സവും നേരിടുന്നു. ഈ വെള്ളക്കെട്ട് കാരണം ഇരുചക്ര വാഹനങ്ങളിലേക്കൊക്കെ എത്തുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായി മറ്റും പോകാൻ കഴിയാത്തതൊക്കെ. റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. റോഡ് മുഴുവൻ നിറഞ്ഞ് വെള്ളമായിരിക്കുന്നു. യാത്രക്കാർക്ക് അത്യാവശ്യങ്ങൾക്ക് പോലും പുറത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് തൃക്കാക്കരയിൽ നിന്ന്. എറണാകുളം ജില്ലയിൽ മുഴുവൻ പല പ്രദേശങ്ങളിലും വലിയ മഴ പെയ്യുന്നുണ്ട്. തൃക്കാക്കരയിൽ നമ്മൾ കാനയൊക്കെ നിറഞ്ഞ് റോഡ് നിറഞ്ഞ് ഒഴുകുന്ന കാഴ്ച ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിഷ്ണു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മഴ ഇപ്പോഴും കനത്ത് പെയ്യുകയാണോ? ഇതാ മഴക്കെടുതി വളരെ രൂക്ഷമാകുന്നു. ഞാൻ നിലവിലുള്ളത് തൃക്കാക്കര നഗരസഭയിലെ 16-ാം വാർഡിലാണ്. ഇവിടെ ഒരു പടുകൂറ്റൻ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് അകത്തേക്കുള്ള പ്രവേശനം പോലും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് മതിൽ ഇടിഞ്ഞു കിടക്കുന്നത്. ഒരു വലിയ കുന്നിൻ സംരക്ഷണ ഭിത്തിയാണ് ഈ ഇടിഞ്ഞു താഴേക്ക് വീണ് കിടക്കുന്നത്. ഇത് തൃക്കാക്കര നഗരസഭയിലെ 16-ാം വാർഡിലാണ് സംഭവം. ഈ വീട്ടുകാരുൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ നോക്കി നിൽക്കെയാണ് ഈ സംഭവം നടന്നത്. ഇങ്ങോട്ടേക്ക് പൂർണ്ണമായും ഇത് മറിഞ്ഞു വീഴുകയായിരുന്ന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചി, എത്ര മണിക്കായിരുന്നു സംഭവം? എപ്പോഴായിരുന്നു? 9:15. ഇത് വെള്ളം വന്നോണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ മറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഓടിയിട്ട് എത്താനായിരുന്നില്ല, ഇങ്ങനെ തള്ളി പോരുമായിരുന്നു അത് സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടി അങ്ങോട്ട് പോവുകയായിരുന്നു. ഇത് നന്നായിട്ട് ഫോഴ്സിൽ വെള്ളം വരുമായിരുന്നു. നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി, വഴി പൂർണ്ണമായി ഞങ്ങൾക്ക് പോകാനില്ല. ഞങ്ങളുടെ സെക്രട്ടറിയൊക്കെ അതിന്റെ അകത്താ. ഇനിയിപ്പോ എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങുന്നത്? ഒരു രക്ഷയില്ല. സ്മിത, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ മതിൽ ഉൾപ്പെടെ ഗേറ്റ് ഉൾപ്പെടെ ഈ മതിൽ വീണതോടുകൂടി അതിനടിയിലായി പോയി. ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഇനി ഇതിന് മുകളിൽ കൂടെ, അതായത് ഈ മതിലിന് മുകളിൽ കൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. വണ്ടി ഉൾപ്പെടെ പുറത്തേക്ക് ഇറങ്ങാൻ ഇനി സാധിക്കില്ല. ഈ വസ്തുക്കൾ ഇവിടുന്ന് പൂർണ്ണമായും മാറ്റേണ്ടിയിരിക്കുന്നു. കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. നിലവിൽ ഇവിടെ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അവര് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ നമ്മൾക്കൊപ്പം ശരിയാണ്. ചേച്ചി, ഇത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടോ? വലിയ പ്രതിസന്ധിയാണ്. ഇപ്പൊ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് ഇപ്പൊ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു മഴയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ആ മഴയുടെ ശക്തി കാരണം പിന്നെ കാനയുടെ വെള്ളം വന്ന് നമ്മുടെ ഈ കലിങ്ങിന്റെ ഈ കെട്ടിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് തള്ളിപ്പോന്നേക്കണാണ്. ഗൃഹനാഥൻ, നമുക്കൊപ്പം ചേട്ടാ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ്? പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, ഞങ്ങളുടെ വീടിന്റെ അകത്തേക്കും കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ ഞങ്ങളിത് തഹസീൽദാർക്കും മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ കളക്ടർക്കും എല്ലാം പരാതി, ഇത് ശാശ്വതമായ പരിഹാരം അല്ലെന്ന് അന്നേ പറഞ്ഞ ഈ സാധനം ഇടുന്ന് നിൽക്കുകയായിരുന്നു. അത് തന്നെയല്ല, ഈ വെള്ളം മുഴുവൻ ഇതിന്റെ ഇടയിൽ തങ്ങി നിന്നിട്ട് ഞങ്ങൾക്ക് ഈ വേസ്റ്റ് മുഴുവൻ വീട് ഞങ്ങളെ കഷ്ടപ്പെടുത്തുക. ഇത് കെട്ടിയോടുകൂടി അതാണ് സംഭവം. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ വീട്ടിൽ ഉണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും. ഇനി ഇത് മാറ്റാനുള്ള നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. സ്മിത, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അത് നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് പുറത്താരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ഭാഗ്യമായി. കാരണം അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. എത്രയും പെട്ടെന്ന് തന്നെ ഇത് അവിടെ നിന്ന് നീക്കി ആ കുടുംബത്തിന് പുറത്തേക്ക് പോകാൻ പോലും പറ്റാത്ത രീതിയിലാണ് അത് അടഞ്ഞു കിടക്കുന്നത്. അശ്വിൻ പാലാഴി ഇനി കളമശ്ശേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? വലിയ മഴയാണ്, രാവിലെ മുതൽ മഴക്കെടുതികൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്മിത, നമ്മൾ ഉള്ളത് കണ്ടെയ്നർ റോഡിലാണ്. ഇവിടെയാണ് രാവിലെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. കളമശ്ശേരിയിലേക്ക് കടക്കുന്ന കണ്ടെയ്നർ റോഡിന്റെ അവസാന ഭാഗമാണ്. ഇവിടെ കിലോമീറ്ററുകൾ നീളത്തിൽ
ദൂരത്തിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അത് വലിയ ഒരു അരയാൾ പൊക്കത്തിലൊക്കെ വെള്ളമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ 3-4 മണിക്കൂറോളം നീണ്ട ഗതാഗത കുരുക്കും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായ ശേഷമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ ഇവിടെ അടഞ്ഞു കിടന്നിരുന്ന ഓടകൾ വൃത്തിയാക്കാനായി എത്തിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് ഇപ്പോൾ അവരത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് വെള്ളം ഇവിടെ നിന്ന് ഒഴുകിപ്പോയത്. ഇത് ഈ മഴയ്ക്ക് മുന്നേ എത്രയോ മുന്നറിയിപ്പുകൾ ലഭിച്ചതാണ് ശക്തമായ മഴയുണ്ടാകും എന്നുള്ള കാര്യം. എന്നിട്ടും ഈ കാനകൾ, അടഞ്ഞു കിടക്കുന്ന കാനകൾ, അത് വൃത്തിയാക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അതിൻ്റെ വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് 3 മണിക്കൂറിലധികം നീണ്ട ബുദ്ധിമുട്ട് ഈ കളമശ്ശേരിയിൽ ഉണ്ടായത്. അതിനുശേഷം മാത്രമാണ് ഈ ഓടകൾ വൃത്തിയാക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. അതിലും ദുഃഖകരമായ കാര്യം, ഈ 3 മണിക്കൂറിലധികം ആളുകൾ പെരുമഴയത്ത് ബുദ്ധിമുട്ടിയിട്ടും വാഹനങ്ങൾ കടന്നു പോകാൻ ഒരു മാർഗവും ഇല്ലാതിരുന്നിട്ടും കിലോമീറ്ററുകൾ നീണ്ട ഗതാഗത കുരുക്കുണ്ടായിട്ടും ഒരു പോലീസുകാരൻ പോലും ഇവിടെ എത്തി ഗതാഗതം നിയന്ത്രിക്കാനോ ആളുകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനോ എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇപ്പോഴും ഈ ഗതാഗതം നിയന്ത്രിക്കുന്നത് നാട്ടുകാർ തന്നെയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഒരു പോലീസിന്റെ വാഹനം പോലും ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല. നിരവധി ആംബുലൻസുകൾ ഗതാഗത കുരുക്കിൽ പെട്ടുപോയിരുന്നു. കണ്ടെയ്നർ റോഡ് തുടങ്ങുന്നതിനടുത്താണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കൃത്യമായി കാന വൃത്തിയാക്കാത്തതിന് ഇതിന് കാരണമായതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ കാന വൃത്തിയാക്കൽ നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഒപ്പം വാഹനങ്ങൾ, വലിയ ഗതാഗത കുരുക്കായിരുന്നു അവിടെ, വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മഴ വാർത്തകളിലേക്ക് നമ്മൾ തിരികെ എത്തും ഒരിടവേളയ്ക്ക് ശേഷം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.